ഓം നമോ സൂര്യനാരായണായ നമഃ. കൃഷ്ണനും അർജുനുമായുള്ള സംഭാഷണം, ഗുരുവും ശിഷ്യനുമായുള്ള സംഭാഷണം. അർജുന, ഞാൻ നിനക്ക് ഇപ്പോൾ പറഞ്ഞു തരുന്ന ഈ സനാതനമായ ആദിയും അന്തവുമില്ലാത്ത ശാസ്ത്രം, അത് ഞാൻ മുമ്പ് സൂര്യദേവന് പറഞ്ഞു കൊടുക്കും. സൂര്യദേവൻ മനുഷ്യകുലപതിയായ മനുവിനും മനു തൻ്റെ പുത്രനായ ഇക്ഷൗകനും പരമ്പരയായി ഉപദേശിച്ചു. എന്നാൽ കാലക്രമത്തിൽ അത് മുറിഞ്ഞു പോവുകയും നഷ്ടപ്രായമാവുകയും ചെയ്തു. അർജുന, നീ എൻ്റെ ഭക്തനാണ്, നീ എൻ്റെ സുഹൃത്താണ്, നീ മനസ്സിലാക്കാൻ കഴിവുള്ളവനാണ്, നീ സാത്വികനാണ്. അർജുന, അതുകൊണ്ട് നിനക്ക് ഞാൻ ഈ അതിവിശിഷ്ടമായ ശാസ്ത്രം, ഗീതാശാസ്ത്രം പകർന്നു തരുന്നു. എന്നാൽ തൻ്റെ മുമ്പിൽ നിൽക്കുന്ന കൃഷ്ണൻ ജനനമരണങ്ങൾ ഇല്ലാത്ത പരമാത്മാവാണെന്നും താൻ പരമാത്മാവിൻ്റെ അംശമായ ആത്മാവാണെന്നും അറിയുന്നില്ല. അതുകൊണ്ട് അർജുനൻ കൃഷ്ണനോട് ചോദിച്ചു, കൃഷ്ണ, അങ്ങ് പറയുന്നത് ഞാൻ എങ്ങനെ മനസ്സിലാക്കും? അർജുനൻ കൃഷ്ണനോട് ചോദിച്ചു, കൃഷ്ണ, അപരം ഭവതോ ജന്മപരം ജന്മവിവസ്വത. അർജുനൻ തുടർന്നു, അങ്ങും ഞാനും ഇന്ന് ദ്വാപരയുഗത്തിലാണ് ജീവിക്കുന്നത്. അങ്ങ് എങ്ങനെയാണ് അപരം അഥവാ അളക്കാൻ കഴിയാത്ത കാലങ്ങൾക്ക് മുമ്പ് ഗീത ഉപദേശിച്ചു എന്ന് പറയുന്നു? അത് ഞാൻ എങ്ങനെ മനസ്സിലാക്കും? അർജുന, ഞാൻ പരമാത്മാവായും നീ ആത്മാവായും അളക്കാൻ കഴിയാത്ത വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ട്. അർജുന, ആത്മാവായ നീ ഒരു ജന്മം കഴിയുമ്പോൾ പുതിയ ശരീരം സ്വീകരിക്കുമ്പോൾ കഠിനത് മറക്കുന്നു. എന്നാൽ എൻ്റെ ശരീരത്തിന് നാശമില്ല. ആദിമവും അതീന്ദ്രിയവുമായ രൂപത്തിൽ ഞാൻ അവതരിക്കും. കൃഷ്ണൻ ഭൂമിയിലുള്ളപ്പോൾ മുത്തച്ഛനായിട്ടും 20-25 വയസ്സുള്ള യുവാവായിരുന്നു. കൃഷ്ണൻ്റെ വാർദ്ധക്യം ബാധിച്ച ഒരൊറ്റ ചിത്രം പോലും ഒരിടത്തും ഇല്ല. ഭഗവാൻ തൻ്റെ നിയതകർമ്മം നിർവഹിക്കാൻ വേണ്ടി യുഗം തോറും അവതരിക്കുന്നു അഥവാ സംഭവിക്കും. എന്തിനാണ് ഭഗവാൻ അവതരിക്കുന്നത്? പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ജയ് ശ്രീകൃഷ്ണ.